ഇന്നിവിടെ കാലത്ത് കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു വണ്ടി അപകടം നടന്നു. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. പത്തനംതിട്ട അടുത്താണ്. കോന്നി മല്ലശ്ശേരി അടുത്തുള്ള ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അവർ സഞ്ചരിച്ചിരുന്ന വാഹനം അയ്യപ്പന്മാരുടെ ഒരു മിനി ലോറിയുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ മരിച്ചവർ 4 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ അതിനേക്കാളും ട്രാജിക് ആയിട്ടുള്ളത് അതിൽ മരിച്ച 2 പേർ, ഒരു വരനും വധുവും. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 2 ആഴ്ചയായിട്ടുള്ളൂ. ഹണിമൂണിനായി മലേഷ്യയിൽ പോയിരിക്കുകയായിരുന്നു. മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്തപ്പോൾ വധുവിന്റെ പിതാവും വരന്റെ പിതാവും അവരെ പിക്കപ്പ് ചെയ്യാൻ എയർപോർട്ടിൽ ചെന്നു. അവരെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായത്. വധുവിന്റെ പേര് അനു എന്നാണ്, വരന്റെ പേര് അഖിൽ എന്നാണ്. കൂടാതെ വധുവിന്റെ പിതാവ് ബിജു, വരന്റെ പിതാവ് ഈപ്പൻ. ഇങ്ങനെ 4 പേരാണ്, 4 പേരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കരുത്. ഈ ഒരാഴ്ച മുമ്പാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ മെഡിക്കൽ വിദ്യാർത്ഥികളായ 5 പേര് ഒറ്റ അപകടത്തിൽ ഒരു നിമിഷ നേരം കൊണ്ട് 5 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്, പൊലിഞ്ഞത്. കൻ യു ബിലീവ് ഇറ്റ്? അതിനുശേഷം ഈ 2 ദിവസം മുമ്പ് മലപ്പുറം അടുത്താണെന്ന് തോന്നുന്നു, 3 പെൺകുട്ടികളുടെ ദേഹത്തേക്ക് ഒരു നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറി. അവർക്കും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതുകൂടാതെ ഒറ്റപ്പെട്ട മരണങ്ങൾ, അപകട മരണങ്ങൾ ധാരാളമാണ്. മോട്ടോർ സൈക്കിൾ ഇടിച്ചും, മോട്ടോർ സൈക്കിളും കാറുമായിട്ട് കൂട്ടിമുട്ടിയും, കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയും, ലോറി ഇടിച്ചും, അത് ഒറ്റപ്പെട്ട മരണങ്ങൾ വേറെ. ഞാനിതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ ഏതാണ്ട് 2.5 മാസത്തോളമായി കേരളത്തിൽ വന്നിട്ട്. നിങ്ങൾ ഒത്തിരി പേർക്ക് അറിയായിരിക്കും. ഞാൻ കേരളത്തിൽ വരുമ്പോൾ ഞാൻ തന്നെയാണ്, സ്വയമാണ് വണ്ടി ഓടിക്കാറുള്ളത്. ഞാൻ ഏതാണ്ട് 1971 തുടങ്ങി കേരളത്തിൽ വണ്ടി ഓടിക്കുന്നതാണ്. അതിനുശേഷം 76 ഞാൻ അമേരിക്കയിലേക്ക് പോയി. പക്ഷെ എങ്കിലും നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ വണ്ടി ഓടിക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം വർഷത്തിൽ ഒരു 5 മാസം തന്നെയെങ്കിലും ഇവിടെ കേരളത്തിൽ സ്പെൻഡ് ചെയ്യും. ഞാനപ്പോ ഒത്തിരി വണ്ടി ഓടിക്കാറുണ്ട്. എന്റെ ഡ്രൈവിംഗ് മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്. ഡ്രൈവറിനെ ഞാൻ നിയമിക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ 2 തവണ ഇന്ത്യ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. ലഡാക്ക് വരെ പോയിട്ടുണ്ട്. ഞാൻ സ്വയമായിട്ട് വണ്ടി ഓടിച്ച്. അതുപോലെ തന്നെ ഞാനിപ്പോ അമേരിക്കയിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ 47 വർഷമായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഈ RTO ഓഫീസിലാണ്. ഒരു മാനേജർ സ്ഥാനത്ത് നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തൊക്കെയെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വെറും പൊളപൊള പറയുന്നതല്ല. ഇതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ. ഈ തവണ ഞാൻ വന്നിട്ട്, ഞാൻ ഒക്ടോബറിൽ വന്നതാണ്. ഞാൻ വണ്ടി ഓടിച്ചു, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോ ഈ 2 ആഴ്ചയായിട്ട് എന്റെ വണ്ടി ഓടിക്കൽ ഞാൻ സത്യത്തില് കുറച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അസാധ്യമായിട്ട്. കാരണം നമ്മൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും നമുക്ക് കൺട്രോൾ ഇല്ല. മറ്റവൻ വന്ന് നമ്മുടെ മെക്കട്ടേക്ക് കയറുകയാണ്, ഇടിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കൺട്രോൾ ഇല്ല. നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ യെസ് വി ക്യാൻ ടേക്ക് ആക്ഷൻ. പക്ഷെ റോഡിൽ മറ്റുള്ളവര് വളരെ അശ്രദ്ധമായിട്ടും നിയമം ലംഘിച്ചും, നിയമം എന്ന് പറയുന്ന ഒരു ട്രാഫിക് നിയമം എന്ന് പറയുന്നത് ഇവിടെ അനുസരിക്കുന്നവർ ആരുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറയാം, നമ്പർ 1 ആക്സിഡന്റ് വളവുകളിലാണ്. എസ്പെഷ്യലി നമ്മൾ മൂന്നാറിനൊക്കെ പോകുന്ന വഴിക്ക്, ആലുവ മൂന്നാർ റൂട്ടിൽ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കൊടും വളവുകളുണ്ട്. ആ വളവുകൾ, ഞാനിപ്പോ ഈ തവണ തന്നെ 2-3 തവണ ഞാൻ മൂന്നാറിന് പോയി. ആ മൂന്നാർ റോഡിൽ പോലും, ഇത്ര അപകടകരമായ റോഡിൽ പോലും ഡ്രൈവേഴ്സ് നിയമം പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് വിവരമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെളിവ് എന്ന് പറയുന്നത് ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചുരുങ്ങിയത് വളവിൽ തന്നെയെങ്കിലും ആ വളവിൽ തന്നെയെങ്കിലും സൈഡ് ഒതുക്കി കയറി വരാൻ പാടില്ലേ? അവിടെ സോളിഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ഈ സോളിഡ് ലൈൻ, ഇടമുറിയാതെയുള്ള ലൈൻ റോഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, മാർക്കിംഗ് ഉണ്ടെങ്കിൽ, അവിടെ ഒരു കാരണവശാലും ഓവർടേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദർ ഇസ് നോ വേ. മുറിഞ്ഞ് ലൈൻ ഉള്ളിടത്ത് മാത്രമേ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ റോഡിലെ അപകടം ഒരു ലെവൽ വരെ കുറയ്ക്കാൻ സാധിക്കും ഈ അവനവന്റെ സൈഡ് ഒതുക്കി പോവുകയാണെങ്കിൽ. ഈ ഓവർടേക്ക് ചെയ്ത് പോകുന്നതും, ഈ ഇരുൾവെളിവില്ലാതെ വളവിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്നതും, അവർ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുന്നത് വെറും ഭാഗ്യം കൊണ്ടാണ്, ആയുസിന്റെ ബലം കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ, ഞാനിപ്പോ ഒരു കയറ്റത്തില് വളവില് സൈഡ് കയറി വന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ വളവുകളിൽ പോലും
നിങ്ങൾ നിങ്ങളുടെ സൈഡ് ഒതുക്കി ഇടത്ത് വശത്തേക്ക് ഒതുക്കി സൂക്ഷിച്ച് ആ വളവ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ മൂന്നാറിലൊക്കെ പോയപ്പോഴത്തേക്കും ഈ മോട്ടോർ സൈക്കിള് ആയിരക്കണക്കിന് പിള്ളേരാണ് ഇപ്പൊ മോട്ടോർ സൈക്കിളിൽ മൂന്നാറില് ഈ ജോയ് റൈഡിന് പോകുന്നത്. അവർ യാതൊരു കൺട്രോളും ഇല്ലാതെ, അവർക്ക് പോലും, ഞാനും മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരാണ്, ഒരു വളവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈനോ എങ്ങനെ അവർക്ക് ഇങ്ങനെ കയറി സൈഡ് തെറ്റിച്ച് രണ്ടും കൽപ്പിച്ച് കയറി വരാനായിട്ട് അവർക്ക് വെളിവും ബുദ്ധിയും ദൈവം നമ്പരം കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെറുതെ ഇരച്ചു പൊളിച്ച് കയറി വരികയാണ്. അപ്പൊ ഞാൻ പല സമയത്തും പല സ്ഥലത്തും ഒതുക്കേണ്ട ഗതികേടാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യുക നിയമവിരുദ്ധമാണ്. മോട്ടോർ സൈക്കിൾ കൊണ്ട് വണ്ടികളുടെ, കാറുകളുടെയും അല്ലെങ്കിൽ ബസ്സുകളുടെയും ഒക്കെ സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യുന്ന പിള്ളേരോട് ഞാൻ പറയട്ടെ, ഈ വണ്ടി സൈഡ് ചേർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി വണ്ടിയുടെ അടിപ്പോയി ചത്തുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഒരു നയാ പൈസ പോലും ഇൻഷുറൻസ് കൊടുക്കില്ല. കാരണം ഇൻഷുറൻസ് എന്തെങ്കിലും കാരണം പറഞ്ഞ് പൈസ കൊടുക്കാതിരിക്കാനായിട്ട് ആണ് അവർ ശ്രമിക്കുന്നത്. അവർ പറയാൻ പോണെന്നാ നിങ്ങൾ നിയമവിരുദ്ധമായി സൈഡിൽ കൂടി കയറിപ്പോയി എന്നാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ റൂളുകൾ അനുസരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട്, നിങ്ങളുടെ ആയുസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അവര് പലപ്പോഴും കാണാം, നമുക്ക് ഒരു വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് 5-6 പോലീസുകാർ നിന്ന് പോണ വണ്ടിക്കും കാണുന്ന വണ്ടിക്കും ഒക്കെ കൈ നീട്ടുക. അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, എന്തെങ്കിലും കടലാസിന് കുറവുണ്ടെങ്കിൽ അതിന് പിഴയടിക്കുക, അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുക. ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ റോഡുകളിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് നിയമങ്ങൾ പാലിച്ചാണോ വണ്ടി ഓടിക്കുന്നത്? നിയമവിരുദ്ധമായിട്ട് വണ്ടികൾ അപകടകരമായിട്ട് റോഡുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ടോ? വണ്ടി നിയമവിരുദ്ധമായിട്ടാണോ ഓവർടേക്ക് ചെയ്യുന്നത്? ഇതൊന്നും പോലീസുകാർക്ക് ചെക്ക് ചെയ്യാനായിട്ടോ ഉറപ്പുവരുത്താനായിട്ടോ അവർക്ക് സമയമില്ല. അവര് ഈ 4-5 പേര് വെറുതെ ഇങ്ങനെ കശാപ്ശാലയുടെ മുമ്പിൽ പട്ടികൾ നോക്കിയിരിക്കുന്ന മാതിരി അവർ നോക്കിക്കാണ്. എന്തിനാണ്? ഒന്ന് ആരെങ്കിലും കണ്ടെങ്കിൽ കൈ നീട്ടുക, നിർത്തുക. അത് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും അവർ കണ്ടുപിടിക്കും. ആ കള്ള ശരിയല്ല, ഈ കള്ള ശരിയല്ല, മറ്റേ ശരിയല്ല, മാങ്ങാത്തുരിയാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കണ്ടുപിടിക്കും. ഞാൻ പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് ഒരു മോട്ടോർ സൈക്കിൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല? ഈ മോട്ടോർ സൈക്കിൾ ഇതുപോലെ തന്നെ ലൈറ്റ് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് റോഡുകളിൽ റോന്ത് ചുറ്റുന്നില്ല? അങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ട് എന്ന് പറയും. ഇവരുടെ ഈ സിഗ്നലും ഇടയ്ക്ക് ഓരോരുത്തരെ പിടിച്ച് സൈഡിൽ നിർത്തി അവന് ടിക്കറ്റും കൊടുക്കുമ്പോഴത്തേക്കും ഈ ലൈറ്റ് കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വാണിംഗ് ആയിരിക്കും. അവർ സൂക്ഷിച്ച വണ്ടി ഓടിക്കത്തുള്ളൂ. പോലീസുകാർ നിരന്ന് നിന്ന് ആലുവ തുടങ്ങി ആലുവ തുടങ്ങി മൂന്നാർ വരെ നിൽക്കണം, കാവല് നിൽക്കണം, അല്ലെങ്കിൽ അങ്കമാലി തുടങ്ങി തൃശ്ശൂർ വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെ 2 സൈഡിലും പോലീസ് നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു നല്ല പോലീസ് വണ്ടി ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉൾഭയം കയറും, ഇവൻ പിടിച്ച് നമുക്ക് ടിക്കറ്റ് തരുമെന്ന്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ട്രാഫിക് നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യണം, അത് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത്, എഗൈൻ ഞാൻ പറയുന്നു, ഇത് അതിദാരുണമായ ആക്സിഡന്റുകളാണ് ഇതെല്ലാം. പക്ഷെ ഒത്തിരി ആക്സിഡന്റുകൾ വളരെ അവോയ്ഡ് ചെയ്യാവുന്ന ആക്സിഡന്റുകളാണ്. പിന്നെ ഒരു സംഗതി ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെറും സിംഗിൾ ലൈൻ റോഡുകളിൽ ഈ മോട്ടോർ സൈക്കിളിൽ പോകുന്ന പിള്ളേര്, അവർക്ക് ഫോൺ വരുമ്പോഴത്തേക്കും അവർ ആ സൈഡിൽ തന്നെ അങ്ങ് ഒതുക്കുകയാണ്, ആ റോഡിൽ തന്നെ. അവർക്ക് ജീവന് ഭയമില്ലേ? പുറകിൽ നിന്ന് വരുന്ന ഏതെങ്കിലും വണ്ടി അവർക്ക് തട്ടാൻ സാധ്യതയുണ്ട് എന്നവർക്ക് ഒരു ഭയമില്ലേ? റിഡിക്കുലസ്. അത് അവർക്ക് എന്തുകൊണ്ട് ആ റോഡിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് മാറി നിന്ന് ആ ഫോണിൽ സംസാരിക്കാനായിട്ട് എന്താണ് ബുദ്ധിമുട്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സ്വന്തം ജീവനെ പറ്റി അവർക്ക് യാതൊരു അവയർനെസ്സും ഇല്ല, വിലയില്ല. അതുപോലെ നമ്മളുടെ ഈ റോഡുകളിൽ, കേരളത്തിലെ റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്ന് പറയുന്നത് ഇല്ല. ടൗണുകളിൽ നമുക്ക് ഇത്തിരി വെളിച്ചം കാണുന്നത് മറ്റേ കടകളിലെ അല്ലെങ്കിൽ ഷോപ്പുകളിലെ ലൈറ്റ് കൊണ്ടാണ്. ഉള്ളം വഴികളിലാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നടക്കുവാനായിട്ടുള്ള സൈഡ് വാക്ക് ഇല്ല, നടപ്പാതയില്ല. അപ്പൊ നമ്മൾ രാത്രി നമ്മൾ പോകുമ്പോഴത്തേക്ക്, ഈ സിംഗിൾ ലൈനിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും ഒത്തിരി ഡ്രൈവേഴ്സിന് പറ്റുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും വണ്ടി തൊട്ടടുത്ത് ചെല്ലുമ്പോഴാണ് ഒരുത്തൻ കള്ളിമുണ്ട് ലുങ്കിയൊക്കെ എടുത്ത് കറുത്ത ബനിയനോട്ട് ഒരു റിഫ്ലക്ടറോ ലൈറ്റോ ഒന്നുമില്ലാതെ ഈ ഇരുട്ടത്ത് കൂടി നടന്നു പോകുന്നത്. ഇരുട്ടത്ത് കൂടി ആ കൂളാണ്. അതുപോലെ ഈ മാടക്കാലി സൈക്കിള്, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത, കേരളത്തിൽ ഇപ്പോഴും സൈക്കിളിൽ പോകുന്ന മാന്യന്മാരുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ഞാൻ അവർക്ക് ഇപ്പൊ എല്ലാവർക്കും മോട്ടോർ സൈക്കിളോ അല്ലെന്നുണ്ടെങ്കിൽ കാറോ വാങ്ങിക്കാനായിട്ട് പറ്റുന്ന അവർക്ക് അതിനുള്ള സാമ്പത്തിക കഴിവുണ്ടാകണമെന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുന്നവർക്ക്, അത് റിഫ്ലക്ടറും ഇല്ല, ഒരു മാർക്കറും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ പോകുന്നവർക്ക് അവർക്ക് സ്വയം ഒരു ഭയം
ഉണ്ടാകേണ്ടതല്ലേ? പുറകിൽ വരുന്ന വണ്ടി ചിലപ്പോൾ ഒരു ആരെങ്കിലും മദ്യപിച്ചിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചിട്ട് വരുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ കാണാൻ ചിലപ്പോൾ ഇരുട്ടത്തൊന്നും കാണാൻ പറ്റിയിരിക്കത്തില്ല, അപ്പൊ വന്ന് എന്നെ തട്ടാൻ സാധ്യതയുണ്ട് എന്ന് എന്ന് മനസ്സിലാക്കി ഒഴിഞ്ഞ് മാറി പോകാനായിട്ട് എന്തുകൊണ്ട് അവർ ശ്രമിക്കുന്നില്ല? അപ്പോ അങ്ങനെയാണ് വഴിയോര യാത്രക്കാർ ഒത്തിരി പേര് മരിക്കുന്നതിന്റെ കാരണം ഇതാണ്. അതുപോലെ തന്നെ സ്കൂട്ടർ, ഈ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് വലിയ ബുള്ളറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ മോട്ടോർ സൈക്കിളുകാർക്കല്ല. ഈ അപകടം ഉണ്ടാകുന്നത് ഈ സ്കൂട്ടി എന്ന് പറയുന്ന സാധനങ്ങൾക്കാണ്. കൈനറ്റ്, ഹോണ്ടായി 100cc സാധനമാണ്. 100cc, 125cc ഉള്ള സാധനം 25-30 കിലോമീറ്റർ ഇതിൽ കൂടുതൽ വേഗതയിൽ അതിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ഓടിക്കുന്ന എങ്ങനെയാ വണ്ടി? അവര് ഈ സിംഗിൾ ലൈൻ റോഡാണെങ്കിലും അവര് ഒരു ഓരം ചേർന്ന് 10-15 കിലോമീറ്ററിലാണ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതിൽ മിക്കവാറും സ്ത്രീകളും പെൺകുട്ടികളും ആണ്. അതും ശരിക്കും പ്രാക്ടീസ് ഒന്നുമില്ല. ഇരിക്കണമെങ്കിൽ തന്നെ അറിയാം ഇത് എങ്ങനെ പോക്കുന്നത്. സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കില്ല നീന്തുകയാണ് കാല് കുത്തിയിട്ട്. അതുപോലെ തന്നെ വേറൊരു സംഗതി, നമ്മളുടെ റോഡുകളില് എന്തെല്ലാം വണ്ടികളാണ്. ഈ സ്കൂട്ടി ഉണ്ട്, മോട്ടോർ സൈക്കിളുകളുണ്ട്, പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, പെട്ടി ലോറി, പെട്ടി ഓട്ടോറിക്ഷ, കാറുകൾ, വലിയ ലോറികൾ. ഇപ്പൊ പണ്ടത്തെ മാതിരി ചെറിയ 12-10 പെൻസൊന്നും അല്ല. ഇപ്പൊ 6-8 ജോഡി ചക്രങ്ങളുള്ള വലിയ വണ്ടികളാണ് ഇപ്പൊ. മനസ്സിലായില്ലേ? അത് പിന്നെ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, ഗവൺമെന്റ് KSRTC ബസ്സുകൾ, ഇതെല്ലാം പോകുന്ന ഈ റോഡുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 71 തുടങ്ങി വണ്ടി ഓടിക്കുന്നവനാണ്. അന്ന് ആലുവയ്ക്ക്, അങ്കമാലിയിൽ നിന്ന് ആലുവയിലേക്ക് അല്ലെങ്കിൽ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് ആലുവയ്ക്ക് വരുമ്പോഴത്തേക്കുള്ള അതേ റോഡാണ് ഇന്നും ഉള്ളത്. അന്നത്തെ കാലത്ത് ഒരു കാർ വല്ലപ്പോഴും അതിൽ പോയാലായി, അത്രയേ ഉള്ളൂ. അതേ സമയത്ത് എത്രയോ ഇരട്ടി വാഹനങ്ങൾ ആ റോഡിൽ കൂടി ഇന്ന് പോകുന്നുണ്ട്, എത്രയോ ഇരട്ടി. പക്ഷെ റോഡ് സൗകര്യം അന്നത്തെ 50 വർഷം മുമ്പുള്ള അതേ റോഡുകൾ തന്നെ. പിന്നെ വേറെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാധനമുണ്ട്, വേറൊരു സംഗതിയുണ്ട്. ഈ സെയിം റോട്ടില് പല വണ്ടികൾക്കും പല സ്പീഡ് ലിമിറ്റ് ആണ്. മോട്ടോർ സൈക്കിളിന് ഒരു സ്പീഡ് ലിമിറ്റ്, കാറിന് ഒരു സ്പീഡ് ലിമിറ്റ്, ഓട്ടോറിക്ഷയ്ക്ക് ഒരു ലിമിറ്റ്, അതുപോലെ ലോറിക്കും ബസ്സിനും ഒരു ലിമിറ്റ്. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കാര്യമാണ് അതിലും ഭയങ്കരം. ട്രാൻസ്പോർട്ട് ബസ്സുകൾ 2-3 തരമുണ്ട്. ഓർഡിനറി, അത് അറിയാലോ, ഓർഡിനറി. പിന്നെ ഫാസ്റ്റ്, അതെനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത തന്നെയാണ്. ഈ 30 അല്ലെങ്കിൽ 35 കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡിൽ എങ്ങനെ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ, അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ്. അതിന്റെ അർത്ഥം ഫാസ്റ്റ് എന്ന് പറയുന്ന സാധാരണ സ്പീഡ് ലിമിറ്റിനേക്കാളും വേഗത കൂട്ടി ഓടിക്കാമെന്നും, സൂപ്പർ ഫാസ്റ്റ് അതിനേക്കാളും കൂടുതൽ വേഗതയിൽ ഓടിക്കാമെന്നും. പിന്നെ മിന്നൽ എന്ന് പറയുന്ന ഒരു ബസ് ഉണ്ട്, മിന്നൽ. അത് അതിനേക്കാളും വലിയ മിന്നൽ പോലെ പോകുന്ന ബസ്. എങ്ങനെ 35-40 സ്പീഡ് ലിമിറ്റുള്ള ഈ റോഡുകളിൽ കൂടി എങ്ങനെ KSRTCക്ക് 3 ഡിഫറെന്റ് സ്പീഡ് ലിമിറ്റുകൾ വരുന്നു? അതെയോ സ്പീഡ് ലിമിറ്റ് ആ നിയമം അനുസരിക്കുവാനായിട്ട് അവർ ബാധ്യസ്ഥരല്ലേ? ഒരു ദിവസം കേരളത്തിൽ എത്ര മനുഷ്യരെ ഈ KSRTC ബസ് കൊല്ലുന്നുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ നമ്മളൊരു വശത്ത് ഈ ഡ്രൈവിംഗ് അറിയാവുന്നപ്പോ എനിക്ക്, ഫോർ എക്സാമ്പിൾ, എനിക്ക് അതിന്റെ അപകട സംഗതികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ബസ്സുകളൊക്കെ എന്താണ് കാണിച്ചു പോകുന്നത്? എങ്ങനെയാണ് അവർ പോകുന്നത്? ജനക്കൂട്ടത്തിനിടയ്ക്ക് പേടിച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് പിന്നെ ജീവനുള്ളവരൊക്കെ വഴിമാറി കൊടുക്കുകയാണ്. അതേസമയം വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബസ്, ഞാൻ ഈ മൂന്നാംകട രാജ്യങ്ങളിൽ വരെ, സൗത്ത് അമേരിക്കയിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഞാൻ എടുക്കേണ്ടി വരുമല്ലോ. അവരൊക്കെ എത്രമാത്രം കെയർഫുൾ ആയിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് 10-45 പാസഞ്ചേഴ്സിന്റെ ജീവൻ സ്വന്തം കയ്യിലാണ് എന്ന ആ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അവരെ വണ്ടി എത്ര ഡെലിക്കേറ്റ് ആയിട്ടും എത്ര കെയർഫുൾ ആയിട്ടും സേഫ് ആയിട്ടുമാണ് ആ വണ്ടി ഓടിക്കുന്നത് എന്ന് ഇറ്റ് ഈസ് യു കനോട്ട് ഈവൻ ഇമാജിൻ. പക്ഷെ ഇവിടെ ഇതല്ല. ഇവിടെ ഈ വണ്ടികളിൽ ബെല്ലുണ്ടോ, ബ്രേക്കുണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, രജിസ്ട്രേഷൻ ഉണ്ടോ ഈ KSRTC ബസ്സുകൾക്ക്? അവരങ്ങോട്ട് കയറിയിട്ട് മരണപ്പാച്ചിലാണ്. ദേ ഡോണ്ട് കെയർ.
വളവിലൊക്കെ അങ്ങോട്ട് കയറി വളവിലൊക്കെ എടുത്ത് കയറി വന്നു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ നമ്മൾ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ വളവെടുത്ത് കയറി വരുമ്പോൾ നമുക്കിട്ട് താങ്ങും. അപ്പൊ ജീവനിവിടെ യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഓക്കെ, അതിപ്പോഴത്തെ ഈ കൂട്ട മരണ അപകടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ശോചനീയമാണ്. വിവാഹം ചെയ്തിട്ട് നല്ലൊരു കപ്പിള് വിവാഹം കഴിഞ്ഞിട്ട് വെറും 2 ആഴ്ച ഹണിമൂൺ മലേഷ്യയില് ഹണിമൂൺ ആഘോഷിച്ചിട്ട് തിരിച്ച് വീട് കാണാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ 2 കുടുംബങ്ങളുടെയും കുടുംബനാഥനെയും അവർ കൂടെ കൊണ്ടുപോയി. വരന്റെ ഫാദറിനെയും വധുവിന്റെ ഫാദറിനെയും 2 പേരും ഈ സ്വന്തം മക്കൾക്കൊപ്പം കൂട്ടുപോയി. വധുവിന്റെ ഫാദർ വധുവിനൊപ്പവും വരന്റെ പിതാവ് വരനൊപ്പവും ഒരേ സമയത്ത് ഒരേ സെക്കൻഡില്. ട്രാജിക്. ഇനി വരും കാലങ്ങളിൽ ഇതുപോലത്തെ കൂട്ടമരണങ്ങൾ കൂടി വരികയേ ഉള്ളൂ, ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സർക്കാരും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഇത് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാതെ ഇങ്ങനെ ഓരോ സംഗതികൾ നടക്കുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ വരും പ്രണാമം, ആദരാഞ്ജലി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിന് പരിഹാരം എന്താണെന്ന് നമ്മൾ ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് നടപടികൾ എടുക്കുവാനായിട്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. താങ്ക് യു വെരി മച്ച്.